അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി വളരെ ചിന്തിക്കണം. ഹബീബ് പറഞ്ഞു ഫയഗ്സു ഫിആമും മിനന്നാസ്, ഒരു വിഭാഗം ആളുകൾ യുദ്ധത്തിന് പോകും, യുദ്ധത്തിൽ അവർക്ക് വിഷമം നേരിടും. ഫയുഖാലു, അപ്പോൾ വിളിച്ചു ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കും. ഫയുഖാൽ നഅം, ഒരാളുണ്ട് എന്ന് പറയും. ഫയുഫ്തഹു ബിഹി, അങ്ങനെ ആ ആളെ കൊണ്ട് അവർക്ക് വിജയം ലഭിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ശരിക്ക് യുദ്ധത്തിന് പോകും. ഞാൻ ഇവിടുന്ന് പോയിട്ട് പിന്നെ യുദ്ധത്തിന് പോകും. യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും. അപ്പൊ ചോദിക്കും, ഇവിടെ ആരെങ്കിലും അള്ളാഹു റസൂലിനെ കണ്ടവരുണ്ടോ? അള്ളാഹു റസൂലിനെ കാണൽ തന്നെ ദീനിന്റെ ഒരു അസ്ല് ബറക്കത്താണ്. അങ്ങനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറയും. അപ്പൊ ആ ആളെ മുന്നിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവർക്ക് യുദ്ധത്തിൽ വിജയമുണ്ടാവും. ഒന്ന്, ഫയഗ്സു ഫിആമും മിനന്നാസ് സുമ്മ യഅതി സമാൻ, പിന്നെ ഒരു കാലം വരും, അന്ന് അവർ യുദ്ധത്തിന് പോകും. അപ്പോൾ വിളിച്ച് ചോദിക്കപ്പെടും, യുദ്ധത്തിൽ വിഷമമുണ്ടാകുമ്പോൾ വിളിച്ച് ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഫയുഖാലു ലാ, റസൂലിനെ കണ്ട ആരുമില്ല എന്ന് പറയപ്പെടും. അപ്പൊ പിന്നെ ചോദിക്കും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരുണ്ടോ? അപ്പൊ ആ ആളെ കൊണ്ട് വിജയം. അർത്ഥം എന്ന് വെച്ച് നോക്ക്, എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇസ്ലാം താണ്. പിന്നെ കുറെ കാലം കഴിയും, യുദ്ധത്തിന് പോകും. യുദ്ധത്തിന് പോകുമ്പോ വിഷമമുണ്ടാകും. അപ്പോൾ വിഷമത്തിൽ ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഫയുഖാലു ലാ, പരിശോധിച്ചിട്ടില്ല. അപ്പൊ ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരുണ്ടോ? ഫയുഖാലു ലാ, ഔല്ല. സ്വഹീഹുൽ ബുഖാരി ബാബു ഫളായിലിൽ സ്വഹാബത്തി റളിയല്ലാഹു അൻഹും എന്ന അധ്യായം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും, ഇല്ല. അപ്പൊ ചോദിക്കും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരുണ്ടോ? ഫയുഖാലു ലാ, ഔല്ല. അപ്പൊ ചോദിക്കും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിനെ റസൂലിനെ കണ്ടോരുണ്ടോ എന്ന് ചോദിക്കും. ഫയുഖാൽ നഅം, അങ്ങനെ ഉണ്ട് എന്ന് പറയും. ഫയുഫ്തഹു ബിഹി, അങ്ങനെ അവരെ കൊണ്ട് വിജയമുണ്ടാകും എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇത് കറസ്പോണ്ടൻസ് കോഴ്സല്ല, ഇത് ഗുരുകുല വിദ്യാഭ്യാസമാണ്. നിങ്ങൾ നോക്ക്, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കാണുക, അടുത്ത കൊടുക്കുക. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ മഹാന്മാരിൽ ഒരാളാണ് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ വഹശിയുടെ സ്ഥാനം പോലും ഉവൈസിന് ഇല്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഹബീബായ നബിയെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ പറ്റി പറയുന്നത് സയ്യിദുത് താബിഈൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹം താബിഈങ്ങൾ നേതാവാണ്. സ്വഹാബത്തിന്റെ ഏറ്റവും അവസാനത്തെ ആളുകളിൽ ഒരാളായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയുള്ള ലോകത്തെ ആൺകുട്ടികളിൽ ഒരാളായ മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു. വഹ്ശി റളിയല്ലാഹു അൻഹു വളരെ മഹാനാണ്. ജീവിതം മുഴുവനും കരഞ്ഞ് ജീവിച്ച മനുഷ്യനാണ്. ഇസ്ലാമിൽ വന്നിട്ട് കരഞ്ഞ് ജീവിച്ച മനുഷ്യനാണ്. എപ്പോഴും പറയുമായിരുന്നു അത്രേ, ഖതൽതു ബിയദി ഖതൽതു ഖൈറൽ ഇബാദി ബഅദ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെ ഈ കൈ കൊണ്ട് കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടി കരഞ്ഞിരുന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നമുക്ക് തിരിച്ചു തരികയും ചെയ്തു. മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി, മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി രംഗപ്രവേശം ചെയ്തപ്പോൾ മുസൈലിമയെ കൊന്നത് മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞു അത്രേ, ഖതൽതു ഖൈറൽ ഇബാദി വശറൽ ഇബാദ്. ഹബീബായ നബി കഴിഞ്ഞ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെ കൈകൊണ്ട് കൊന്നു. ഞാൻ പകരം വീട്ടിയിട്ടുണ്ട്. മുസ്തഫ റസൂലുള്ളാഹിക്ക് ശേഷം ഈ ലോകത്ത് മുസ്തഫ റസൂലുള്ളാഹിക്ക് എതിരാളിയായി വന്നവരിൽ ഏറ്റവും മോശപ്പെട്ടവനെ ഈ കൈകൊണ്ട് എനിക്ക് കൊല്ലാൻ കഴിഞ്ഞു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. എന്നാൽ ആ മനുഷ്യന് പോലും
ആ മനുഷ്യന് പോലും വഹ്ശിയുടെ സ്ഥാനമില്ല, ഉവൈസിന് പോലും ഈ വഹ്ശിയുടെ സ്ഥാനമില്ല റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് ലം യറ റസൂലല്ലാഹി മാ റഅ റസൂലല്ലാഹ്. ഇസ്ലാം എന്നാൽ ഓരോരുത്തർക്ക് കിട്ടിയത് പറയലല്ല, ഈ വഴിയാണ് പ്രധാനം, ഈ കണ്ട് പോരുന്ന വഴിയാണ് പ്രധാനം. ബുദ്ധിയുള്ളവരെ ചിന്തിച്ചു നോക്കൂ, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ, അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ, അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കൂ, ആ വഴിക്ക് എതിരായവരെയൊക്കെ ഇസ്ലാം തള്ളും. അതാ ശരി. ഈ വഴിയിൽ മുൻഗാമികളായ ആളുകൾക്കെതിരായവരൊക്കെ തള്ളി. ഉദാഹരണം ഖവാരിജിനെ തള്ളി. കാരണം അവർ അലി ഇബ്നു അബീ ത്വാലിബിന് എതിരായിരുന്നു റളിയല്ലാഹു അൻഹു. ഖവാരിജിനെ പറ്റി മഹാന്മാര് പറഞ്ഞത് അവർ കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ നായ്ക്കളാണ് എന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മിഷ്കാത്തിൽ ഹദീസ് കാണാം, ഹബീബ് റസൂലുള്ളാഹി തൊട്ട് മുദ്രിക്കപ്പെട്ടിട്ടുണ്ട് കിലാബു അഹ്ലിന്നാർ. വേറെയും ഹദീസ് കാണാ. ഖദരിയാക്കളെ പറ്റി പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഖവാരിജിനെ മുസ്ലിം ലോകം തള്ളിയത് അവര് ഖുർആൻ പറയാത്തത് കൊണ്ടല്ല, അവര് ഖുർആൻ പറഞ്ഞവർ തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് സംഭവിച്ചു പോയ അബദ്ധം, അവര് പരിശുദ്ധ ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തായിരുന്നു. അവർ മുൻഗാമിയായ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബിന് എതിരായിരുന്നു എന്നതുകൊണ്ടാണ് ഖുർആനും ഹദീസും അവരും പറഞ്ഞിട്ടുണ്ട്. ഖദരിയാക്കളെ തള്ളി. എന്തേ ഖദരിയാക്കളെ തള്ളാൻ കാരണം? പ്രമുഖമായ സ്വഹാബി പക്ഷത്തിന് മുഴുവനും അവർ എതിരായിരുന്നു. തള്ളി അവര്. ഖുർആനും ഹദീസും അവർ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കണം. അതേപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം. ബഹുമാനികളെ റാഫിളിയാക്കളെ ഷിയാക്കളെ തള്ളാനുള്ള കാരണം അവർ സിദ്ദീഖുൽ അക്ബറിനും ഉമർ ഇബ്നുൽ ഖത്താബിനും എതിരായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറഞ്ഞത്? വളരെ ചിന്തിക്കണം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്തസിലികളെ തള്ളിയത് അവർ താബിഈങ്ങൾക്ക് എതിരായിരുന്നു. ഈ മുഖ്യധാരയിൽ വന്ന ജനവിഭാഗത്തിന് പുറത്തേക്ക് ആരെങ്കിലും പോയാൽ അവരെ മുഴുവനും ഇസ്ലാം തള്ളിയിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ കനപ്പെട്ട ന്യായങ്ങളും ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞ ആളുകൾ തന്നെയായിരുന്നു. മുഅ്തസിലിയാക്കളുടെ വാദത്തിൽപ്പെട്ട ഒരു വാദം ഈ അബൂദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്. മുഅ്തസിലിയാക്കളുടെ ഒരു വാദം നല്ല ന്യായമുള്ള വാദം പ്രത്യക്ഷത്തിൽ തോന്നിയാൽ ഒരു പ്രത്യക്ഷം കണ്ട നല്ല ന്യായ അവരൊരു വാദമായിരുന്നു. സുബൈക്ക് മാത്രം അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാ വഖത്തിലും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയണം. കാരണം മനുഷ്യന്മാർ രാത്രി മാത്രമല്ല മറ്റു സമയത്ത് ഉറങ്ങാൻ സാധ്യതയുണ്ട്. ന്യായാണോ അല്ലേ? അല്ല, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ന്യായാണോ അല്ലേ? പ്രത്യേകിച്ച് ഇന്നത് ഈ ഇൻഡസ്ട്രിയൽ സിറ്റി പോലത്തെ ഉദാഹരണം ജയ്പൂര്, അതേപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട മീററ്റ്, ഗാസിയാബാദ്, അത് അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പകുതി ശതമാനം ആളുകളുടെയും ജോലി രാത്രിയാ. അവർക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെയും ഉറങ്ങിയിട്ടില്ല. അവർക്ക് നൗം എപ്പോഴാ? 8 മണിക്കൂർ നാസ്താക്കിയിട്ട് ഒറ്റ കിടത്താ. പിന്നെ അവര് അപ്പൊ ളുഹ്ർ നിസ്കരിക്കുമ്പോൾ നല്ലതാണ് എന്റെ അസ്സലാത്തു ഖൈറുൻ നൗം എന്ന് അവർ പറഞ്ഞു. ഇവർ കണ്ടു പറഞ്ഞാൽ ഇന്ന് ആ പറഞ്ഞ വാക്ക് ഇന്ന് ഒന്നും കൂടി പ്രസക്തമാണെന്ന് തോന്നിപ്പോന്നു. നോക്കൂ. പക്ഷേ സഹാബികൾ വലിച്ചു തള്ളി അവരെ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു